ചവിട്ടൂന്ന്. ആ തൊട്ടാ ചവിട്ടു. ക്ലേ ഉണ്ട്. അതുണ്ടോ? ഹലോ ഗായ്സ്, വെൽക്കം ടു ഫാദർ ആൻഡ് സൺസ് ബ്ലോഗ്. എല്ലാവർക്കും താങ്ക് യു ജീസസ്. ഇനി കടയിലുള്ള സാധനം മേടിക്കേണ്ടായിരുന്നു. കടയിൽ സാധനം തീർന്നായിരുന്നു. അപ്പോൾ സാധനം മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കടയിൽ കസ്റ്റമർക്ക് വന്ന് പോകുന്നു. പിന്നെ ഏതായാലും സാറിന് മമ്മിയുടെയും സാധനം ഇച്ചിരി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരുമിച്ച് അങ്ങ് മേടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. അപ്പോഴത്തേനും ടിൻ്റപ്പനും പറഞ്ഞ് ഞാനും വരുന്നു. എന്നാ ബാന്ന് പറഞ്ഞു. അവിടെ ചെല്ലു പോയി വീണു. പിന്നല്ലേ അവിടെ ഇവിടെ ഈ ചെല്ലിട്ട് ആ കല്ലുണ്ടായിരുന്നു ഇവിടെ. കല്ലുമ്പോ ഇന്നലെ പിന്നെ വീണു. അച്ഛൻ പോയി വെയിലത്തിന്. അമ്മ പറഞ്ഞു വെയിലത്ത് നിൽച്ചിട്ട് നിന്റെ ഫോൺ തന്നു. ഇപ്പം വണ്ടിക്കകത്ത് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. മമ്മിക്ക് എടുക്കാനുള്ള സാധനത്തിന് വേണ്ടി മമ്മിക്ക് ആദ്യമേ തന്നെ ഡ്രോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സാധനം മേടിക്കാൻ ഞങ്ങൾ പോവാം. അപ്പോഴത്തേന് മമ്മിയുടെ സാധനം മമ്മി എടുത്തോളും. അതനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ടിൻ്റപ്പനോടും ചോദിച്ചായിരുന്നു, ടിൻ്റപ്പ അമ്മച്ചി കൂടെ പോവാന്നോ അതോ അച്ചയുടെ കൂടെ വരുവാന്നോ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ടിൻ്റപ്പൻ പറഞ്ഞു ഞാൻ അച്ചയുടെ കൂടെ തന്നെ പറയുന്നുണ്ട്. കട ഇപ്പോൾ എത്താറായി. അപ്പോൾ അവിടെ പോയിട്ട് ഡയറക്റ്റ് കാണിക്കാം. ഇതാ കട. ഈ കടയ്ക്കകത്തുനിന്നാണ് ഞാൻ സാധനം മേടിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും ടയർ റിലേറ്റഡ് ഏതൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്നോട് എൻ്റെ കമൻറ്റിലൂടെ മാത്രം അയച്ചാൽ മതി. ഞാൻ അതിൻ്റെ എല്ലാം ഉത്തരം പറഞ്ഞോളാം. എൻ്റെ കടയ്ക്ക് വേണ്ടി എല്ലാ സാധനത്തിൻ്റെ ഓർഡറും കൊടുത്ത് ബില്ലും ചെയ്ത് അവിടുന്ന് സാധനം എടുത്ത് ഏറിയ ഒരു കടയ്ക്കകത്ത് എനിക്ക് പോകേണ്ടിയായിരുന്നു. വേണ്ട, ഈ കടയെ കിട്ടാതെ വന്ന് വേറെ സാധനം പോയി മേടിക്കാൻ പോവായിരുന്നു. അവിടെ വണ്ടിയുടെ ഓയിലൊക്കെ വേണ്ടത് കിട്ടിയില്ല. അപ്പോൾ വണ്ടിക്കകത്തിടാനുള്ള ഓയിൽ അവിടെ കിട്ടുമോയെന്ന് ചോദിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ അവിടെ വേണ്ട സാധനത്തിൻ്റെ ഓർഡർ കൊടുത്ത് ആ ഓർഡറും അവിടെ നിന്ന് മേടിച്ച് വേറെ മമ്മിയുടെ അടുത്തും പോകണ്ടായിരുന്നു. മമ്മിയുടെ ഷോപ്പിംഗ് തീരണോ ഇല്ലയോ നോക്കേണ്ടിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഒക്കെ മേടിച്ച സാധനം എല്ലാം വണ്ടിക്കകത്ത് വെച്ചിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് പോയിപ്പം അകത്ത് പോയി നോക്കി മമ്മിയുടെ എല്ലാം പർച്ചേസിങ് എല്ലാം നടന്നു ഇല്ലയോ. മറ്റവര് കട തുറന്നിട്ടുണ്ടോ നോക്കി വരാമോ കേട്ടോ. ഒന്ന് അടുത്ത തവണ വരികയാണെങ്കിൽ നോക്കണമല്ലോ. ഇതൊക്കെ ബാങ്ക് ഉണ്ട്. ബാങ്ക് സംഭവമാണ് കേസ് വന്നു. ഇവിടെ കിട്ടാത്തതുകൊണ്ട് അവിടെ മേടിക്കും. മമ്മി പറഞ്ഞ ആ ഷോപ്പ് നോക്കണ്ടായിരുന്നു. ടിൻ്റപ്പന് വിശപ്പുവാണ്. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ചാടി. മമ്മി എപ്പോഴും പോയിക്കൊണ്ടിട്ട് ആ സ്ഥലം മാറിയായിരുന്നു അവരുടെ. അപ്പോൾ മമ്മി പറഞ്ഞു ആ ഷോപ്പ് എവിടെ തുറന്നിരിക്കുന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് അത് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ആ റോഡ് സൈഡിൻ്റെ അപ്പോൾ അവിടെ പോകേണ്ടത് നമുക്ക്. ഇത് കഴിഞ്ഞില്ല. അപ്പോഴത്തേന് ടിൻ്റപ്പൻ വിശപ്പ് അങ്ങ് തുടങ്ങി. ടിൻ്റപ്പൻ ഒരു തരത്തിലും സമാധാനം തരാം. അപ്പോൾ ഞങ്ങളത് ഏതായാലും ടിൻ്റപ്പൻ എന്തെങ്കിലും വയറിന് വേണ്ടി തരാം. ടിൻ്റപ്പൻ ഉടനെ സ്പ്രൈറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്പ്രൈറ്റ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാ അവിടുന്ന് കഴിച്ചിട്ട്. നല്ല പൈസ കിട്ടുമ്പോ പീലിക്ക് മേടിക്കാം.
അതാ ഇത് ഇവിടുത്തെ മെയിൻ മാർക്കറ്റാണ്. നമുക്ക് എന്തോ വേണമെങ്കിൽ ഈ മാർക്കറ്റിനകത്ത് എല്ലാം കിട്ടും. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ ചെടിയില്ലേ, ആ മരം, ആ മരത്തിന്റെ താഴെ ആ മാർക്കറ്റ് ഫുള്ള് എന്തോ വേണമെങ്കിൽ എല്ലാം കിട്ടും. ആ എന്തോ അത് തുടരെ തുടരെ ചേച്ചിയ കടിക്കുക ചവിട്ടും കൊടുത്താ ഇതോ ചവിട്ടൂന്ന് ചവിട്ടുവാ ആ തൊട്ടാ ചവിട്ടും അപ്പിടുവാ അപ്പിടുവാ അപ്പൊ ഇടൂ. ബാ, നമുക്ക് അമ്മച്ചെടുത്ത് പോയിട്ട് വരാം. ബാ, അമ്മച്ചിയുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടപ്പാ. ബാ, അടുത്ത് കയറിയില്ല. അപ്പോൾ ടിൻ്റെപ്പൻ സെർച്ചിങ് ചെയ്യാൻ തുടങ്ങി. ടിൻ്റെപ്പൻ എന്തൊക്കെയാ വേണ്ട സാധനം എല്ലാം നോക്കാൻ എൻ്റെ അടുത്ത് നോക്കി ചിരിക്കുന്നു. കോസ്മെറ്റിക്കിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഇത് എല്ലായിടത്തും കിട്ടുന്നതിനെക്കാട്ടിലും വില കുറച്ചാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും വല്ലതും കോസ്മെറ്റിക്കിനകത്ത് വേണമെങ്കിൽ കമൻറ്റിൽ മാത്രം ഇട്ടാൽ മതി, ഞാൻ അതിൻ്റെ റിപ്ലൈ ചെയ്തോളാം. കോസ്മെറ്റിക്കിന് ഒത്തിരി വില ചീപ്പിനകത്താണ് കിട്ടുന്നത് ഇവിടെ. മമ്മിക്ക് വേണ്ട സാധനമൊക്കെ മമ്മി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനും കൂടെ സമയം ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് കൂടെ ഇച്ചിരി കടയ്ക്കുള്ള സാധനം മേടിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഒപ്പം പോയി സാധനം ഇച്ചിരി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി അവിടെ നിന്ന്. അപ്പുറത്തിന് മമ്മിക്ക് ഇച്ചിരി കൂടെ മേടിക്കാനുള്ള അതൊക്കെ മേടിച്ചിട്ട് അപ്പുറത്തിന് എൻ്റെയും കാര്യങ്ങളൊക്കെ ആവില്ല. നമ്മൾ രണ്ടുപേരും പുറത്ത് ചാടി. കടയിൽ ക്യാമറ ഒന്ന് കേടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ഈ ഷോപ്പും അടവ. ഞങ്ങൾക്ക് തിരിച്ച് മമ്മി എടുത്ത് പോയി. മമ്മി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എല്ലാം വണ്ടിക്കകത്ത് കയറ്റി പിന്നെ ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് എടുത്തു. അപ്പോഴത്തേക്ക് ടിൻ്റപ്പന് വിശപ്പ് ടിൻ്റപ്പന് വന്നപ്പോൾ ഞങ്ങൾ ബേക്കറി കയറിയപ്പോൾ ടിൻ്റപ്പന് വേണ്ട സാധനം എല്ലാം മേടിച്ചു. വേണ്ട പപ്സും കേക്കും അതെല്ലാം മേടിച്ച് പാർസൽ ചെയ്ത് വണ്ടിക്കകത്ത് കഴിക്കാൻ വേണ്ടി അവിടുന്ന് കഴിച്ചൊക്കെ തിരിച്ചു കഴിഞ്ഞ് ടിൻ്റപ്പന് ഇഷ്ടമുള്ള സ്ഥലത്തിൽ പോയി. ഡിമാർട്ടിൽ പോയപ്പോൾ ടിൻ്റപ്പൻ്റെ സന്തോഷം ഡിമാർട്ട് പറയുമ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ കൂട്ടം ഇവിടെ സാധനം എല്ലാം ഒരു നല്ല നല്ല കമ്പനി സാധനമൊക്കെ 50% 40% ഓഫിനകത്ത് കിട്ടും. ഒത്തിരി നമ്മുടെ റിലയൻസിൻ്റെ ഒക്കെ മണ്ടയ്ക്ക്, റിലയൻസ് ഒന്നുമില്ല ഇതിൻ്റെ ഫ്രണ്ടിൽ. നല്ല മാർക്കറ്റ്, നമുക്ക് കമ്പനി സാധനമൊക്കെ കിട്ടും, നല്ല ഓഫറിനകത്തൊക്കെ കിട്ടുന്നു. ചില സമയമൊക്കെ നല്ല ഓഫറാണ്. ഡിമാർട്ടിനെ പറഞ്ഞാൽ പറയുന്നത്. നിങ്ങളെല്ലാവരും ഒരു കാര്യം നോട്ടീസ് ചെയ്തു, ടിൻ്റപ്പൻ്റെ കയ്യിൽ ഒരു ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുക ഇപ്പം ജ്യൂസ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഓരോരോ വട്ടം വേണ്ടെന്ന് പറയുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കണേ. ഇപ്പോൾ ആ ജ്യൂസ് എടുത്തപ്പോൾ എന്നോട് കാണിക്കുക ഇത് എടുക്കട്ടെ. അപ്പം ഞാൻ പറയും വേണ്ട,
അപ്പോൾ അടുത്ത് നോക്കാം. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കണേ, അവൻ്റെ മുഖത്തിൻ്റെ ആ എക്സ്പ്രഷൻ ഒന്ന് മാറണേ. ഏതാ എടുക്കേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനകത്താവും. ലസ്സിയ പറഞ്ഞപ്പോൾ അത് ലാസ്റ്റ് അവൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഇത് എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ അതെടുത്ത് അത് അവൻ്റെ കൈ പിടിച്ച് വെക്കുക. ക്ലേ ഉണ്ട്, അതെന്തോ തോക്കാന്നോ? തോക്കില്ല, അത് ബോക്സ്, അത് പെൻസിലൊക്കെ വെക്കണ്ട. Locked in, guess I'm locked in. Yeah, yeah, yeah. Looking for a piece of mind. I've been trying to redefine life. I can see the signs, world is gonna see me shine. Fighting for my soul's sake, whipping fast, no brakes. Nothing's ever been a waste. Now that I've been wide awake, Luke's trying to pull me back in. I was stuck for a minute and forgot the passion. Since the lights turned on, it's been camera action, and you start to see it all like a chain reaction. Watch it happen, yeah. Swear that I'ma find my way. Past been gone, I'ma watch it all fade. Whoa, guess I'm going MIA from everybody's problems. Oh, guess I'm locked in, guess I'm locked in. I got this, and it's on my soul. Guess I'm locked in. ഡിമാർട്ടിൻ്റെ പർച്ചേസും കഴിഞ്ഞു, ഇന്നത്തെ ഫുൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇപ്പം ടാറ്റ ബൈ ബൈ ഫ്രണ്ട്സ്. I'm locked in, guess I'm locked in. Yeah, yeah, yeah. Looking for a piece of mind. I've been trying to redefine life. I can see the signs, world is gonna see me shine.